ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർവിംശോധ്യായം. ഇതിൽ 38ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർവിംശോധ്യായ. മൈത്രേയ ഉവാച. വിജിതാശ്വധിരാജാസീൽ പൃഥുപുത്ര പൃഥുശ്രവാ യവീയോഭ്യോ ദദാൽകാഷ്ഠ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ ഹര്യക്ഷായാദിശൽ പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീചീം മൃഗസപ്ஞായ തുര്യാം ദ്രവിണസേ വിഭുഃ. അന്തർധാനഗതിം ശക്രാല്ലബ്ധ്വാന്തർധാനസപ്നിതഃ അപത്യത്രയമാധത്താ ശിഖണ്ഡിന്യാം സുസമ്മതം പാവകപ്പവമാനശ്ച ശുചിരിത്യഗ്നയഃ പുരാ വസിഷ്ഠശാപാദുൽപ്പന്നാഃ പുനര്യോഗഗതിം ഗതാഃ. അന്തർധാനോ നഭസ്വത്യാം ഹവിർധാനമവിന്ദദാ യൈന്ദ്രമശ്വഹർത്താരം വിദ്വാനപി ന ജഘ്നിവാൻ രാജ്ഞാം വൃത്തിം കരാദാന ദണ്ഡശുൽക്കാദിദാരുണാം മന്യമാനോ ദീർഘസത്രവ്യാജേന വിസസർജഃ. തത്രാപി ഹംസം പുരുഷം പരമാത്മാനമാത്മദൃക് യജംസ്തല്ലോകതാമാപ കുശലേന സമാധിനാം. ഹവിർധാനാദ്ധവിർധാനി വിദുരാസൂദഷട്സുതാൻ ബർഹിഷദഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. ബർഹിഷത്സു മഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ യോഗേഷു ച കുരുദ്വഃ. യസ്യേദം ദേവയജനം അനുയജ്ഞം വിതന്വതഃ പ്രാചീനാഗ്രീഹി കുശൈരാസീദാസ്ത്രിതം വസുധാതലം. സാമുദ്രീം ദേവദേവോക്താം ഉപയേമേ ശതദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഠലങ്കൃതാം പരിക്രമന്തീമുദ്വാഹേ ചകമേഗ്നിഃശുകീമിവ. വിബുധാസുരഗന്ധർവ മുനിസിദ്ധനരോരഗാഃ വിജിതാഃ സൂര്യാദിക്ഷു കൊണയന്തീവ നൂപുരൈഃ. പ്രാചീനബർഹിഷപുത്രാഃ ശതദ്രുത്യം ദശാഭവൻ തുല്യനാമവ്രതാഃ സർവേ ധർമ്മസ്നാതാഃ പ്രചേതസഃ. പിത്രാദിഷ്ടാഃ പ്രജാസർഗേ തപസേർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം തപസ്പതിം. യദുക്തം പഥിദൃഷ്ടേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. വിദുര ഉവാച. പ്രചേതസാം ഗിരിത്രേണ യഥാസീത് പഥി സംഗമഃ യദുതാഃ ഹരപ്രീതസ്തന്നോ ബ്രഹ്മൻ വദാർത്ഥവത്. സംഗമഃ ഖലു വിപ്രശ്രേ ശിവേനേഹ ശരീരിണാം ദുർലഭോ മുനയോ ദദ്ധ്യുരസംഗാദ്യമഭീപ്സിതം. ആത്മാരാമോപി യസ്ത്വസ്യ ലോകകൽപസ്യ രാധസേ ശക്തിയാ യുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവ. മൈത്രേയ ഉവാച. പ്രചേതസ പിതുർവാക്യം ശിരസാദായ സാധവഃ ദിശം പ്രതീചിം പ്രയയുസ്തപസ്യാധൃതചേതസഃ. സമുദ്രമുപവിസ്തീർണമപശ്യൻ സുമഹത്സരഃ മഹന്മന ഇവ സ്വച്ഛം പ്രസന്നസലിലാശയം. നീലരക്തോൽപലാംഭോജ കൽഹാരേന്ദീവരാകരം ഹംസസാരസചക്രാഹ്വ കാരണ്ഡവനികൂജിതം മത്തഭ്രമര സൗസ്വര്യ ഹൃഷ്ടരോമലതാംഘ്രിപം പത്മകോശരജോ ദിക്ഷു വിക്ഷിപത്പവനോത്സവം. തത്ര ഗാന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യൂ രാജപുത്രാസ്തേ മൃദംഗപടവാദ്യനു. തർഹ്യേവ സരസസ്തസ്മാന്നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനമരപ്രവരം വിബുധാനുഗൈഃ. തപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദം സുമുഖം വീക്ഷ്യ പ്രണേമുർജാതകൗതുകാഃ. സദാൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സലഃ ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതപ്രീതാനുവാചഃ. ശ്രീരുദ്ര ഉവാച. യൂയം വേദിഷദപുത്രാ വിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വ ഏവമേ ദർശനം കൃതം.
യപ്പരം രംഹസ സാക്ഷാൽ ത്രിഗുണാജ്ജീവസംജ്ഞിതാത് ഭഗവന്തം വാസുദേവം പ്രപന്നഃ സ പ്രിയോ ഹി മേ സുധർമ്മനിഷ്ഠശതജന്മഭിപുമാൻ വിരിഞ്ചതാമേതി തതഃപരം हि മാം അവ്യാകൃതം ഭാഗവതോഥ വൈഷ്ണവം പദം യഥാഹം വിബുധാ കലാത്തേ അഥ ഭാഗവതായൂയാ പ്രിയാഹസ്ഥ ഭഗവാൻ യഥാ ന മദ്ഭാഗവതാനാം ച പ്രേയാനന്യോസ്തി കർഹിചിൽ ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ്വദാമി വഹ. ശ്രീരുദ്ര ഉവാച ജിതം ത ആത്മവിധുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാദ്ധം സർവസ്മാത്മനേ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായാന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനേ നമോ നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനേ നമഃ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനേ. സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷദേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ. നമ ഊർജൈഷേത്രയ്യാ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമഃ സർവരസാത്മനേ. സർവസത്വാത്മദേഹായ വിശേഷായ സ്ഥവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച. ഈ ശ്ലോകമാണ് എടുക്കട്ടെ നമുക്ക്. സർവസത്വാത്മദേഹായ വിശേഷായ സ്ഥവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച. സർവസത്വാത്മദേഹായ സർവജീവജാലങ്ങളുടെയും ആ ശരീരം ആയിട്ട്, സത്വാത്മദേഹായ ശരീരങ്ങൾ സർവജീവജാലങ്ങളുടെയും ശരീരമായിട്ടുള്ള, അതുപോലെ സ്ഥവീയസേ അതീവ സ്ഥൂലമായിട്ടുള്ള സ്ഥൂലമായിട്ടുള്ള വിശേഷമായിട്ട് ആ പൃഥ്വി ഭൂമി ആയിട്ടുള്ളതെന്നർത്ഥം. വിശേഷായ ഭൂമിയായിട്ടുള്ള. നമസ്ത്രൈലോക്യപാലായ ആ മൂന്ന് ലോകങ്ങളുടെയും പാലിക്കുന്നവൻ ആയിട്ടുള്ള സഹ ഓജോബലായ ച. ആ മനോബലം ദേഹബലം ഇവയോട് കൂടിയവനായിട്ടുള്ള, മനോബലം ദേഹബലം ഇവയോട് കൂടിയവനായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം. സർവസത്വാത്മദേഹായ സർവജീവജാലങ്ങളുടെയും ശരീരമായിട്ടും സ്ഥവീയസേ അതിസ്ഥൂലമായിരിക്കുന്ന വിശേഷ ആ പൃഥ്വി ആയിട്ടും സഹ ഓജോബലായ മനോബലം ഇന്ദ്രിയബലം ദേഹബലം ഇവയോട് കൂടിയവനായിട്ടുമുള്ള ത്രൈലോക്യപാലായ ച മൂന്ന് ലോകങ്ങളും പാലിക്കുന്നവനായിട്ടുള്ള അങ്ങയ്ക്ക് നമഃ നമസ്കാരം. അതാണ് സർവസത്വാത്മ ദേഹായ വിശേഷായ സ്ഥവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച. ഇപ്പോഴത്തെ പദങ്ങൾ സർവസത്വാത്മദേഹായ സർവജീവജാലങ്ങളുടെയും ശരീരമായിട്ടും സ്ഥവീയസേ അതിസ്ഥൂലമായ വിശേഷ ആ പൃഥ്വി ആയും സഹ ഓജോബലായ മനോബലം ഇന്ദ്രിയബലം ദേഹബലം ഇവയോട് കൂടിയവനായും ത്രൈലോക്യപാലായ ച മൂന്ന് ലോകങ്ങളും പാലിക്കുന്നവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. നമഃ നമസ്കാരം എന്നുകൂടി പറയാം. സർവസത്വാത്മദേഹായ സർവജീവജാലങ്ങളുടെയും ശരീരമായും സ്ഥവീയസേ അതിസ്ഥൂലമായ വിശേഷമായിരിക്കുന്ന ആ പൃഥ്വിയായിട്ടും സഹ ഓജോബലായ മനോബലം ഇന്ദ്രിയബലം ദേഹബലം ഇവയോട് കൂടിയവനായും ത്രൈലോക്യപാലായ ച മൂന്ന് ലോകങ്ങളും പാലിക്കുന്നവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമഃ നമസ്കാരം. അപ്പോൾ പൃഥ്വി സ്വരൂപനായും സർവശരീരികളുടെയും സമഷ്ടി രൂപമായ അവിരാട്ടായും വർത്തിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ത്രൈലോക്യത്തെ രക്ഷിക്കുന്നവനും വായുരൂപേണ മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഇവയ്ക്ക് ഓജസ്സിന് നൽകുന്നവനുമായിരിക്കുന്ന നിന്ദ്രിവടിക്ക് നമസ്കാരം. ഒരു വ്യക്തി വ്യഷ്ടി, വിരാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഷ്ടി, ഒരു വൃക്ഷം വ്യഷ്ടി, കാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഷ്ടി. ഇതാണ് ഉദാഹരണം.
വ്യഷ്ടിയിൽ സമഷ്ടിയുടെ എല്ലാം ഉൾക്കൊള്ളുന്നു. ഇത് അണ്ഡകോശേ ശരീരേസ്മിൻ. ഇത് ഒരേ ആശയം തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. സൂര്യചന്ദ്രന്മാരാകുന്ന തേജസ്, ജലം, പൃഥ്വി ഇവ ഭഗവത് സ്വരൂപം എന്ന് പറഞ്ഞ ശേഷം വായുവും ഈശ്വര രൂപം തന്നെ എന്ന് ഇവിടെ സമർത്ഥിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം 39ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത് പൃഥ്വീരൂപനായിട്ടും സർവതത്വാത്മദേഹനായിട്ടും വിരാട് ദേഹമായിട്ടും വർത്തിക്കുന്ന അവേദക രക്ഷകനായും മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവയുടെ ശക്തിസ്വരൂപനായിട്ടും ത്രൈലോക്യപാലകനും വായുസ്വരൂപനും ആയിട്ട് വർത്തിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രാണരൂപനായിട്ട് ആ ത്രിലോകത്തിലുള്ള പ്രാണിവർഗങ്ങളുടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സാമർഥ്യത്തെ നൽകി രക്ഷിക്കുന്ന വായുസ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ശബ്ദദ്വാര അലൗകിക പദാർത്ഥങ്ങളെ അറിയിച്ചും ഉള്ളിലും പുറത്തും അവകാശത്തെ ആ സ്ഥലത്തെ നൽകി സകല വ്യവഹാരത്തിനും കാരണമായിരിക്കുന്ന ആ ആകാശസ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഇതൊക്കെയാണ് ഇവിടെ അപ്പോൾ ഒന്നുകൂടി പറയാതെ, പ്രാണരൂപനായിട്ട് ആ ത്രിലോകത്തിലുള്ള പ്രാണിവർഗങ്ങളുടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സാമർഥ്യത്തെ നൽകി രക്ഷിക്കുന്ന ആ വായുസ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ശബ്ദദ്വാര ലൗകികാലൗകിക പദാർത്ഥങ്ങളെ അറിയിച്ചും ഉള്ളിലും പുറത്തും അവകാശത്തെ ആ സ്ഥലത്തെ നൽകി സകല വ്യവഹാരത്തിനും കാരണമായിരിക്കുന്ന ആ ആകാശ സ്വരൂപനായിരിക്കുന്ന അവിടേക്ക് നമസ്കാരം. സർവസത്വാത്മദേഹായ സർവഭൂതങ്ങളുടെയും ശരീരം ആയിരിക്കുന്ന ആ സ്ഥൂല ശരീരി, ആ പൃഥ്വി രൂപമായിരിക്കുന്ന മൂന്ന് ലോകങ്ങളുടെയും പാലകനായിരിക്കുന്ന അങ്ങയ്ക്ക് സകല ബലങ്ങളുടെയും രാജാവായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. വ്യാഖ്യാനത്തിൽ പൃഥ്വീരൂപായ വിരാട് ദേഹായ, പൃഥ്വീരൂപത്തിലുള്ള അങ്ങയ്ക്ക്, അതുപോലെ വിരാട് ദേഹം സമഷ്ടി ശരീരം ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പൃഥ്വീരൂപായ വിരാട് ദേഹായ നമഃ. പൃഥ്വീരൂപനും വിരാട് ദേഹനും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്ന് മാത്രമേ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ അർത്ഥമായിട്ട് വരുന്നുള്ളൂ ഈ ശ്ലോകത്തിൻ്റെ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 40ാമത്തെ ശ്ലോകം. അർത്ഥലിംഗായ നഭസേ നമോ അന്തർബഹിരാത്മനെ നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. അർത്ഥലിംഗായ നഭസേ നമോന്തർബ്രഹ്മരാ-ബഹിരാത്മനെ നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. പദാർത്ഥങ്ങളുടെ സ്വഭാവം അറിയിപ്പാനായിട്ട് അർത്ഥലിംഗായ, ഓരോരോ പദാർത്ഥങ്ങളുടെ സ്വഭാവം അറിയിപ്പാനായിട്ട് അന്തർബഹിരാത്മനെ, അകം പുറം എന്നിവയ്ക്ക് ആധാരം ആയിരിക്കുന്ന നഭസ, ആകാശ രൂപൻ ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അർത്ഥലിംഗായ നഭസേ നമോ അന്തർബഹിരാത്മനെ നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. മഹാതേജസ്വിയും പുണ്യപ്രദനും ആയ ആ സ്വർഗസ്വരൂപിയും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അതാണ് അമുഷ്മൈ ഭൂരിവർച്ചസേ. ഭൂരിവർച്ചസേ എന്ന് പറഞ്ഞാൽ മഹാതേജസ്വിയും
പുണ്യപ്രദനും ആയിരിക്കുന്ന ലോകായ അമുഷ്മൈ, ആ സ്വർഗസ്വരൂപി ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നുള്ളതാണ് പറഞ്ഞത്. അർത്ഥലിംഗായ നഭസേ നമോന്തർബഹിരാത്മനെ നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. അർത്ഥലിംഗായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥങ്ങളുടെ സ്വഭാവം അറിയിപ്പാനായിട്ട് അന്തർബഹിരാത്മനെ അകം പുറം എന്നിവയ്ക്ക് ആധാരം ആയിരിക്കുന്ന നഭസേ, ആ നഭസിൻ്റെ സ്വരൂപം, അതായത് ആകാശത്തിൻ്റെ സ്വരൂപം, പദാർത്ഥങ്ങളുടെ സ്വഭാവം അറിയിപ്പാനായിട്ട് അകത്തും പുറത്തും അകംപുറം എന്നിവയ്ക്ക് ആധാരമായിട്ട്, ഇവയ്ക്ക് ആധാരം ആയിട്ടുള്ള ആ ആകാശസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞത്. പിന്നെ ഭൂരിവർച്ചസേ, ആ മഹാതേജസ്വിയും പുണ്യപ്രദനും അതുപോലെ ആ സ്വർഗസ്വരൂപിയുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. അപ്പോൾ പദങ്ങൾ നോക്കാം നമുക്ക്. അർത്ഥലിംഗായ, പദാർത്ഥങ്ങളുടെ സ്വഭാവം അറിയിപ്പാനായിട്ട്, അന്തർബഹിരാത്മനെ, അകംപുറം എന്നിവയ്ക്ക് ആധാരമായിരിക്കുന്ന നഭസേ, ആകാശസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഭൂരിവർച്ചസേ, മഹാതേജസ്വിയും പുണ്യായ പുണ്യപ്രദനും അമുഷ്മൈ ലോകായ, അമുഷ്മൈ ലോകായ എന്ന് പറഞ്ഞാൽ സ്വർഗസ്വരൂപിയും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമഃ, നമസ്കാരം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് അർത്ഥലിംഗായ അന്തർബഹിരാത്മനെ നഭസേ നമഃ ഭൂരിവർച്ചസേ പുണ്യായ അമുഷ്മൈ ലോകായ തേ നമഃ. അർത്ഥലിംഗായ അന്തർബഹിരാത്മനെ നഭസേ നമഃ ഭൂരിവർച്ചസേ പുണ്യായ അമുഷ്മൈ ലോകായ നമഃ. അതായത് പദാർത്ഥങ്ങളുടെ സ്വഭാവം അറിയിപ്പാനായിട്ട് അകംപുറം എന്നിവയ്ക്ക് ആധാരമായിരിക്കുന്ന ആകാശസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. മഹാതേജസ്വിയും പുണ്യപ്രദനും സ്വർഗസ്വരൂപിയും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ അകംപുറം എന്ന അവ്യവഹാരത്തിന് അവലംബമായിരിക്കുന്ന ശബ്ദഗുണം വഴി പദാർത്ഥങ്ങളുടെ ജ്ഞാപകവും ആകാശസ്വരൂപനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. മഹത്തായ തേജസ്സോടു കൂടിയവനും ലഭ്യനും സ്വർഗസ്വരൂപനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ പുണ്യകർമ്മത്താൽ പ്രാപിക്കത്തക്കതും പ്രകാശബഹുളമായിരിക്കുന്നതുമായ സ്വർഗവൈകുണ്ഠാദി ലോകസ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ജനനമരണാദി സംസാരപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന പ്രവൃത്തി ആ കർമ്മസ്വരൂപനും പുനരാവൃത്തിരഹിതമായിരിക്കുന്ന ആ വൈകുണ്ഠപ്രാപ്തിക്ക് അനുരൂപം ആയിരിക്കുന്ന മോക്ഷം സാധിപ്പിക്കുന്ന നിവൃത്തി കർമ്മസ്വരൂപനും ആയിരിക്കുന്ന പിതൃദേവസ്വരൂപനുമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം എന്നാണ് ഇതിൻ്റെ വിശദീകരിച്ച അർത്ഥം. പുണ്യകർമ്മത്താൽ പ്രാപിക്കത്തക്കതും ആ പ്രകാശബഹുളം ആയിരിക്കുന്ന സ്വർഗവൈകുണ്ഠാദി ലോകസ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ജനനമരണാദി സംസാരപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന പ്രവൃത്തി ആ കർമ്മസ്വരൂപനും പുനരാവൃത്തിരഹിതമായിരിക്കുന്ന വൈകുണ്ഠപ്രാപ്തിക്ക് അനുരൂപമായിരിക്കുന്ന മോക്ഷം സാധിപ്പിക്കുന്ന നിവൃത്തി കർമ്മസ്വരൂപനും പിതൃദേവസ്വരൂപനും ആയിരിക്കുന്ന ഭഗവാന് നമസ്കാരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആകാശത്തിനും മഹാഭൂതരൂപായ മഹാഭൂതങ്ങളുടെ സ്വരൂപമായും ഇരിക്കുന്ന സ്വർഗസ്വരൂപിയായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നതാണ് വ്യാഖ്യാനത്തിൽ. ആകാശായ മഹാഭൂതരൂപായ സ്വർഗായ നമഃ. ആകാശരൂപിയും മഹാഭൂതസ്വരൂപിയും സ്വർഗസ്വരൂപിയും ഒക്കെ ആയിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അർത്ഥലിംഗായ നഭസേ നമോന്തർബഹിരാത്മനെ നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. പിന്നെ അടുത്ത ശ്ലോകം പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ നമോ ധർമ്മവിപാകായ മൃത്യവേ ദുഃഖദായ ച. പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ നമോ ധർമ്മവിപാകായ മൃത്യവേ ദുഃഖദായ ച. ആ പിതൃലോകപ്രാപ്തി അതുപോലെ ദേവലോകപ്രാപ്തി ഇവയ്ക്ക് ആധാരം ആയിരിക്കുന്ന ആ പ്രവൃത്തി ലക്ഷണമായിട്ടും അതുപോലെ ആ മോക്ഷത്തിൻ്റെ ലക്ഷണം നിവൃത്തി ലക്ഷണമായിട്ടും കർമ്മമായുള്ളവനും അധർമ്മവിപാകായ അധർമ്മത്തിൻ്റെ പരിണിതഫലമായിരിക്കുന്ന ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന മൃത്യുവും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. നമോ അധർമ്മവിപാകായ മൃത്യവേ ദുഃഖദായ ച.
അപ്പോൾ പിതൃദേവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃലോകപ്രാപ്തി, അല്ല, പ്രവൃത്തായ നിവൃത്തായ, പിതൃദേവായ കർമ്മണെ, ആ പ്രവൃത്തി മാർഗത്തിൽ കൂടി പിതൃദേവായ കർമ്മണേ, പിതൃലോകപ്രാപ്തി ദേവലോകപ്രാപ്തി എന്നിവയ്ക്ക് ആധാരം ആയിരിക്കുന്ന ആ പ്രവൃത്തി മാർഗം, പ്രവൃത്തായ നിവൃത്തായ, പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്നീ രണ്ട് ലക്ഷണമായിട്ടും കർമ്മമായുള്ള, അങ്ങനെയുള്ള കർമ്മങ്ങൾ ആയിട്ടുള്ളവനും, അധർമ്മവിപാകായ, അധർമ്മത്തിൻ്റെ പരിണാമഫലമായിട്ട് ആ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന മൃത്യുവും, നമോധർമ്മവിപാകായ മൃത്യവേ ദുഃഖദായക, മൃത്യുവും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. എല്ലാം ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറയുന്നതിന് പകരം ഓരോന്നും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറയുന്ന അർത്ഥം. പിതൃദേവായ ക്രമത്തിൽ പിതൃലോകപ്രാപ്തി ദേവലോകപ്രാപ്തി എന്നിവയ്ക്ക് ആധാരം ആയിരിക്കുന്ന അർത്ഥം ആണ് പിതൃദേവായ എന്ന് പറയുമ്പോൾ. പ്രവൃത്തായ, ആ പ്രവൃത്തി ലക്ഷണമായിട്ടും നിവൃത്തായ, നിവൃത്തി ലക്ഷണമായിട്ടും കർമ്മണേ, കർമ്മമായുള്ളവനും, ഉള്ള കർമ്മങ്ങൾ ഉള്ളവനും, അധർമ്മവിപാകായ, അധർമ്മത്തിൻ്റെ പരിണിത ഫലവും ആയിട്ട് ദുഃഖദായ, ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന മൃത്യവേച്ഛ, ആ മൃത്യുവും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമഃ, നമസ്കാരം. എന്നുകൂടി പറയാം. പിതൃദേവായ ക്രമത്തിൽ പിതൃലോകപ്രാപ്തി ദേവലോകപ്രാപ്തി എന്നിവയ്ക്ക് ആധാരമായിരിക്കുന്ന പ്രവൃത്തായ, ആ പ്രവൃത്തി ലക്ഷണമായിട്ടും നിവൃത്തായ, നിവൃത്തി ലക്ഷണമായിട്ടും കർമ്മണേ, കർമ്മമായിട്ടുള്ളവനും, അധർമ്മ വിപാകായ, അധർമ്മത്തിൻ്റെ പരിണിത ഫലമായിട്ട് ദുഃഖദായ, ആ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന മൃത്യവേച്ച, ആ മൃത്യുവും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് പിതൃദേവായ പ്രവൃത്തായ നിവൃത്തായ കർമ്മണേ അധർമ്മവിപാകായ ദുഃഖദായ മൃത്യവേച്ച നമഃ എന്നുകൂടി പറയാം. പിതൃദേവായ പ്രവൃത്തായ നിവൃത്തായ കർമ്മണേ അധർമ്മവിപാകായ ദുഃഖദായ മൃത്യവേച്ച നമഃ. പിതൃലോകപ്രാപ്തി ദേവലോകപ്രാപ്തി എന്നിവയ്ക്ക് ആധാരമായിട്ടുള്ള പ്രവൃത്തി ലക്ഷണമായിട്ടും നിവൃത്തി ലക്ഷണമായിട്ടും കർമ്മമായുള്ളവനും, അധർമ്മത്തിൻ്റെ പരിണിത ഫലമായിട്ട് ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന മൃത്യുവും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ധർമാധർമ്മ വിവേകായ എന്ന് പാഠാന്തരം ഉണ്ട് ചിലതിൽ. അപ്പോൾ പദാർത്ഥങ്ങളുടെ അകത്തും പുറത്തും ശബ്ദദ്വാര വ്യാപരിക്കുന്നവനും ആകാശസ്വരൂപിയുമായ അങ്ങയ്ക്ക് നമസ്കാരം. മഹത്തായിരിക്കുന്ന തേജസ്വിയും പുണ്യത്തെ പ്രദാനം ചെയ്യുന്നവനും സ്വർഗസ്വരൂപനുമായിരിക്കുന്ന നിന്ദ്രവടിക്ക് നമസ്കാരം. പിതൃലോകപ്രാപ്തിക്ക് ഉപയുക്തമായിരിക്കുന്ന പ്രവൃത്തി സ്വരൂപനും ദേവതാപ്രാപ്തിക്ക് ഉപയുക്തമായിരിക്കുന്ന നിവൃത്തി സ്വരൂപനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അധർമ്മഫലസ്വരൂപനും മൃത്യുദേവനും ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പം ഈ രുദ്രഗീതത്തിലെ ആ തൈത്തിരീയ സംഹിതയിലെ ആ ശ്രീരുദ്രമന്ത്രത്തിലെ തത്വങ്ങൾ പലതും ചേർത്തിട്ട് കാണാം. അത് രുദ്രനേയുള്ള സ്തുതിയാണ്. ഇവിടെ രുദ്രൻ മഹാവിഷ്ണുവെ സ്തുതിപ്പാൻ ഉപദേശിക്കുന്നതാണ്. വിഷ്ണുവും ശിവനും ഒന്നാകയാൽ തത്വങ്ങളിൽ അന്തരം ഇല്ല. അഹം ബ്രഹ്മാച്ച സർവശ്ച ജഗതഃ കാരണം പരം. അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം പരം. ദക്ഷൻ്റെ യാഗശാലയിൽ വെച്ച് ഭഗവാൻ അരുളി ചെയ്യുന്നുണ്ട്. 4-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 50-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ പണ്ട് സനകാദി ഋഷീശ്വരന്മാർ ബദരിയിൽ ചെന്ന് ആ നരനാരായണന്മാർ ദർശിച്ചു, പല സംശയങ്ങളും ഉന്നയിച്ചു. അപ്പോൾ നാരായണ ഋഷി ആ താപസവേഷം ഉപേക്ഷിച്ചിട്ട് ശംഖചക്രഗദാധാരിയായ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപത്തിൽ ദർശനം നൽകി. സമീപത്തു തന്നെ ആ കൈലാസവാസിയായ രുദ്രദേവനും പ്രത്യക്ഷപ്പെട്ടു. അവിടെ വെച്ച് ഋഷീശ്വരന്മാർക്ക് ആ ശ്രീപരമേശ്വരൻ ഉപദേശിക്കുന്ന സംഹിതയാണ് കൂർമ്മപുരാണത്തിലെ ഈശ്വരഗീത എന്ന് പറയുന്നത്. ആ ഈശ്വരഗീതയിലെ അനേകം തത്വങ്ങൾ ഈ രുദ്രഗീതത്തിൽ കാണാം. ഏവമുക്ത്വാതു മുനേഹ പ്രാപശ്യൻ പുരുഷോത്തമം വിഹായ താപസംവേഷം സംസ്ഥിതം സ്വേന തേജസ ശംഖചക്രഗദാപാണി ശാങ്കഹസ്തം ശ്രിയാവൃതം തദന്തരേ മഹാദേവ ശശാങ്കിത ശേഖര പ്രസാദാഭിമുഖോ രുദ്ര പ്രാദുരാസീൻ മഹേശ്വര. കൂർമ്മപുരാണത്തിൽ കാണാം. ആ മഹേശ്വരൻ ഉപദേശിക്കുന്നതാണ് ഈശ്വരഗീത. അതിൽ 11 അധ്യായമുണ്ട്. അതിനെപ്പറ്റി ഇനി ശ്രീകൗർമേ മഹാപുരാണേ ഉത്തരഭാഗേ ശ്രീമദ് ഭഗവതീശ്വരഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്നാണ് പറയുന്നത്. ആ ഈശ്വരഗീത ഭഗവത്ഗീതയ്ക്ക് സമാനമാണ്. മൃത്യവേ ദുഃഖദായ ച.
അപ്പോൾ ഇവിടെ വന്നിട്ട് ആ പ്രവൃത്തനും നിവൃത്തനും കർമ്മസ്വരൂപനും പിതൃദേവനും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അധർമ്മഫലസ്വരൂപനും ദുഃഖപ്രദനുമായിട്ട് അമൃത്യുസ്വരൂപനായി വർത്തിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ ആ പുണ്യകർമ്മത്താൽ പ്രാപിക്കത്തക്കതും പ്രകാശസ്വരൂപമായിരിക്കുന്ന പ്രകാശ ബഹുളമായിരിക്കുന്ന സ്വർഗവൈകുണ്ഠാദി ലോകസ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ജനനമരണാദി സംസാരപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന പ്രവൃത്തി കർമ്മസ്വരൂപനും പുനരാവൃത്തിരഹിതമായിരിക്കുന്ന വൈകുണ്ഠ പ്രാപ്തിരൂപനും ആയിരിക്കുന്ന മോക്ഷം സാധിപ്പിക്കുന്ന നിവൃത്തി കർമ്മസ്വരൂപനും പിതൃദേവസ്വരൂപനുമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. അതുപോലെ ആ അധർമ്മകർമ്മത്തിൻ്റെ പരിപക്വ സ്വരൂപമായിരിക്കുന്ന മുഖം യാതൊന്നോ അതിനെ പ്രാണികൾക്ക് നൽകുന്ന അന്തകസ്വരൂപമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം വരെ ഇവിടെ പറഞ്ഞു വെച്ചു. അപ്പോൾ നമുക്കതിലത്തെ ആ വ്യാഖ്യാനം ഒന്നും കൂടി നോക്കാം. പൃഥ്വീരൂപായ വിരാട് ദേഹായ ആകാശായ മഹാഭൂതരൂപായ സ്വർഗായ പ്രവൃത്തായ നിവൃത്തായ, പ്രവൃത്തി മാർഗം കാണിച്ചു തരുന്ന ആളും നിവൃത്തി മാർഗം കാണിച്ചു തരുന്ന ആളും, അധർമ്മ വിഭാഗായ അധർമ്മ മാർഗത്തിലൂടെ പോകുന്നവർക്ക് അന്തകസ്വരൂപത്തെ കാണിച്ചു തരുന്നവരുമായിരിക്കുന്ന അങ്ങക്ക് നമസ്കാരം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പൃഥ്വീരൂപായ വിരാട് ദേഹായ ആകാശായ മഹാഭൂതരൂപായ സ്വർഗായ പ്രവൃത്തായ നിവൃത്തായ അധർമ്മ വിഭാഗായ തേ നമഃ, അങ്ങക്ക് നമസ്കാരം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. നമസ്തേ ആശിഷാമീശ മനവേ കാരണാത്മനെ നമോ ധർമായ ബൃഹത്തെ കൃഷ്ണായാഗുണ്ഠ മേധസേ പുരുഷായ പുരാണായ സാഖ്യയോഗേശ്വരായ ച. നമസ്തേ ആശിഷാമീശ മനവേ കാരണാത്മനെ നമോ ധർമായ ബൃഹത്തെ കൃഷ്ണായാഗുണ്ഠ മേധസേ പുരുഷായ പുരാണായ സാഖ്യയോഗേശ്വരായ ച. അപ്പോൾ ആശിഷാം ആശിസ്സുകൾക്ക് അധിപതിയായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്നവനെ, കാരണാത്മനെ കാരണമാകുന്ന ആത്മാവോട് കൂടിയവനായിരിക്കുന്നവനെ, ധർമ്മസ്വരൂപനെ, മനവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനശീലന ആയിരിക്കും. നമസ്തേ ആശിഷാം ഈശ മനവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനശീലനായിരിക്കുന്ന തേ അങ്ങയ്ക്ക് നമസ്കാരം. ബൃഹത്തെ ആ ബൃഹത്തായിട്ടുള്ള ധർമ്മായ ബൃഹത്തായിട്ടുള്ള ധർമ്മസ്വരൂപ ആയിട്ടുള്ള അങ്ങയ്ക്ക് അകുണ്ഠമേധസേ അളവറ്റ ആ വിജ്ഞാന ശക്തി ഉള്ള അകുണ്ഠമേധസേ അളവറ്റ വിജ്ഞാന ശക്തിയുള്ളവൻ ആണ് അദ്ദേഹം. പുരുഷനായും പുരാണായ അനാദിയും ആയിരിക്കുന്ന സാഖ്യയോഗേശ്വരായ, സാഖ്യയോഗേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനകർമ്മയോഗങ്ങളുടെ ഉപജ്ഞാതാവ്, അതാണ് സാഖ്യയോഗേശ്വരൻ. ജ്ഞാനയോഗ കർമ്മങ്ങളുടെ ഉപജ്ഞാതാവുമായിരിക്കുന്ന കൃഷ്ണനും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം ഇവിടെ പറയുന്നത്. അപ്പോൾ നമസ്തേ ആശിഷാമീശ, ആശിഷാമീശ എന്ന് പറഞ്ഞാൽ അല്ലയോ ആശിസ്സുകൾക്ക് അധിപതിയായിട്ടുള്ളവൻ, മനവേ ആ മനനശീലനായിരിക്കുന്ന കാരണാത്മനെ കാരണസ്വരൂപിയായിരിക്കുന്ന ബൃഹത്തായ ധർമ്മസ്വരൂപിയായിരിക്കുന്ന അകുണ്ഠമേധസേ അളവറ്റ വിജ്ഞാന ശക്തിയുള്ള ആൾ ആയിരിക്കുന്ന കൃഷ്ണനുമായ പുരുഷനായ പുരാണായ അനാദിയായിരിക്കുന്ന സാഖ്യയോഗേശ്വരനായിരിക്കുന്ന ജ്ഞാനകർമ്മയോഗങ്ങളുടെ ഉപജ്ഞാതാവായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ ഒന്നും കൂടി നോക്കാതിരുന്ന പദങ്ങളെ, ഹേ ആശിഷാം ഈശ, അല്ലയോ ആശിസ്സുകൾക്ക് അധിപതിയായിരിക്കുന്നവനെ, കാരണാത്മനെ കാരണമാകുന്ന ആത്മാവോട് കൂടിയവനും, മനവേ മനനശീലനും ആയിരിക്കുന്ന തേ അങ്ങയ്ക്ക് നമഃ നമസ്കാരം. ബൃഹത്തായ ധർമ്മായ ധർമ്മസ്വരൂപമായും അകുണ്ഠമേധസേ അളവറ്റ
വിജ്ഞാനശക്തിയായും സാഖ്യയോഗേശ്വരായ ച ജ്ഞാനയോഗങ്ങളുടെ ഉപജ്ഞാതായവനും ആയും പുരാണായ അനാദിയായ പുരുഷായ പുരുഷനായും കൃഷ്ണനുമായിരിക്കുന്ന അങ്ങക്ക് നമസ്കാരം. ഇപ്പോഴത്തെ അന്വയം വന്നിട്ട് ഹേ ആശിഷാം ഈശ കാരണാത്മനെ മനവേ തേ നമഃ ബൃഹത്തെ ധർമായ അകുണ്ഠമേധസേ സാഖ്യയോഗേശ്വരായ പുരാണായ പുരുഷായ കൃഷ്ണായ തേ നമഃ. കൂടി പറയാം. ഹേ ആശിഷാം ഈശ കാരണാത്മനെ മനവേ തേ നമഃ ബൃഹത്തെ ധർമായ അകുണ്ഠമേധസേ സാഖ്യയോഗേശ്വരായ പുരാണായ പുരുഷായ കൃഷ്ണായ തേ നമഃ. അല്ലയോ ആശിസ്സുകൾക്ക് അധിപതിയായിട്ടുള്ളവനെ, കാരണമാകുന്ന ആത്മാവോട് കൂടിയവനും മനനശീലനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ബൃഹത്തായിരിക്കുന്ന അധർമ്മസ്വരൂപിക്ക് നമസ്കാരം. അളവറ്റ വിജ്ഞാനശക്തിയായും ജ്ഞാനകർമ്മയോഗങ്ങളുടെ ഉപജ്ഞാതാവായും അനാദിയായ പുരുഷനായും കൃഷ്ണനും ആയ അങ്ങയ്ക്ക് നമസ്കാരം. സർവ്വ ഐശ്വര്യങ്ങളുടെയും കാരണാത്മാവും മഹത്തായിരിക്കുന്ന ധർമ്മത്തിന് ഇരിപ്പിടമായവനും നാശമില്ലാത്ത ജ്ഞാനശക്തിക്ക് അധീശനും മഹാവിഷ്ണു സ്വരൂപിയുമായിരിക്കുന്ന നിന്ദ്രവടിക്ക് നമസ്കാരം. പുരാണപുരുഷനും സാഖ്യം യോഗം എന്നീ ശാസ്ത്രങ്ങളുടെ ഉപജ്ഞാതാവുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. മനവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവജ്ഞായ എന്നാണ് ശ്രീധരീയം പറയുന്നത്. പുരാണപുരുഷൻ എന്നാൽ ആദിയിലുള്ള പുരുഷൻ എന്നർത്ഥം. അകുണ്ഠ എന്നാൽ അവ്യാഹതം അഥവാ അളവറ്റത് എന്നർത്ഥം. അകുണ്ഠമേധസേ അളവറ്റ ആ വിജ്ഞാനം ഉള്ള ആളെന്നർത്ഥം. സാഖ്യം യോഗം ഇവ മോക്ഷപ്രാപ്തിക്കുള്ള ഉപായങ്ങളെ ആണെന്ന് ആചാര്യസ്വാമികൾ പറയുന്നു. സാഖ്യയോഗൗഹി പരമപുരുഷാർത്ഥ സാധനത്വേന ലോകേ പ്രഖ്യാതവും ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. സാഖ്യയോഗൗഹി പരമപുരുഷാർത്ഥ സാധനത്വേന ലോകേ പ്രഖ്യാതവും. പാപങ്ങളെ കർഷണം ചെയ്യുന്നവൻ ആണ് കൃഷ്ണൻ. പാപങ്ങളെ കർഷണം ചെയ്യുന്നവനാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ എന്നുള്ളതിൻ്റെ അർത്ഥം മറ്റൊരർത്ഥമാണ്. എല്ലാവരെയും ആകർഷിക്കുന്നവൻ, പാപങ്ങളെ കർഷണം ചെയ്യുന്നവൻ, അതിനെ മുറിച്ച് കളയുന്നവൻ അർത്ഥം കൃഷ്ണനാണെന്ന് ആണ് അർത്ഥം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഈശ ആശിസ്സുകൾക്ക് കാരണസ്വരൂപനും മനവും ആയ അങ്ങയ്ക്ക് നമസ്കാരം. ധർമ്മസ്വരൂപനും ജ്ഞാനശക്തി സമ്പന്നനുമായ ശ്രീകൃഷ്ണ ഭഗവാന് നമസ്കാരം. പുരാണപുരുഷനും സാഖ്യം യോഗം എന്നിവയുടെ പ്രവർത്തകനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ അധർമ്മകർമ്മത്തിൻ്റെ പരിഭാഗസ്വരൂപം ആകുന്ന മുഖം യാതൊന്നോ അതിനെ പ്രാണികൾക്ക് നൽകുന്ന അന്തകസ്വരൂപന ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് സർവ്വദേവന്മാരുടെയും ഈശ്വരനായിരിക്കുന്ന ഭഗവൻ സർവാഭീഷ്ടങ്ങളെയും അറിഞ്ഞുകൊണ്ടും സർവാന്തര്യാമിയായും എല്ലാം നൽകുവാൻ ശക്തനുമായിരിക്കുന്ന ആ നിന്ദ്രവടിക്ക് നമസ്കാരം. ഉത്തമലോകപ്രാപ്തിക്ക് ഹേതുവായിരിക്കുന്ന മഹത്തായിരിക്കുന്ന ധർമ്മം യാതൊന്നോ അതാകുന്ന ആ സ്വരൂപത്തോടു കൂടിയ ആ ഭഗവാന് നമസ്കാരം. ഒരു കാലത്തും നശിക്കാത്തതായിരിക്കുന്ന ജ്ഞാനശക്തിയോടുകൂടിയ നിത്യാനന്ദ സ്വരൂപനായിരിക്കുന്ന ദേവകീപുത്രനായ കൃഷ്ണന് നമസ്കാരം. കപിലാദ്യാചാര്യ സ്വരൂപേണ സാഖ്യയോഗമാർഗത്തെ പ്രചരിപ്പിച്ച ഭഗവാന് നമസ്കാരം. ഏതുകാലത്തും നാശമില്ലാതെ ഇരിക്കുന്ന ആ പുരാണപുരുഷനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഇതൊക്കെയാണ് ഇതിൻ്റെ വിസ്തരിച്ചിട്ടുള്ള അർത്ഥം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ നോക്കാം. സർവകർമ്മഫലദാത്രേ, ഫലങ്ങളും നൽകുന്ന സർവജ്ഞനായിരിക്കുന്ന കൃഷ്ണന്, അതുപോലെ സാഖ്യയോഗേശ്വരനായിരിക്കുന്ന ആ അങ്ങയ്ക്ക് നമസ്കാരം. സർവകർമ്മഫലദാത്രേ സർവജ്ഞായ കൃഷ്ണായ സാഖ്യയോഗേശ്വരായ നമ. സർവകർമ്മഫലങ്ങളും നൽകുന്നവനും സർവജ്ഞനും ആയിരിക്കുന്ന കൃഷ്ണനും ആയ സാഖ്യയോഗേശ്വരായ, സാഖ്യയോഗങ്ങൾക്കും ഈശ്വരനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. സർവകർമ്മഫലദാത്രേ സർവജ്ഞായ കൃഷ്ണായ സാഖ്യയോഗേശ്വരായ തേ നമഃ. അങ്ങയ്ക്ക് നമസ്കാരം എന്നുള്ളതാണ്. നമസ്തേ ആശിഷാമീശ മനവേ കാരണാത്മനെ നമോ ധർമായ ബൃഹത്തെ കൃഷ്ണായ ഗുണ്ഠമേധസേ പുരുഷായ പുരാണായ സാഖ്യയോഗേശ്വരായ ച. അപ്പം അടുത്ത ശ്ലോകം ശക്തിത്രയ
സമേതായ മീഢുഷേഹം കൃതാത്മനെ ചേത ആകൂതിരൂപായ നമോ വാചോ വിഭൂതയേ. ശക്തിത്രയ സമേതായ മീഢുഷേഹം കൃതാത്മനെ ചേത ആകൂതിരൂപായ നമോ വാചോ വിഭൂതയേ. ശക്തിത്രയം, കർത്തൃത്വശക്തി, കരണശക്തി, കർമ്മശക്തി. കർത്തൃത്വം, കരണത്വം, കർമ്മത്വം, ഇതിനൊക്കെ ശക്തി ആയിരിക്കുന്ന 3 തരം ശക്തികൾ ചേർന്നിട്ടുള്ള ആ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ശക്തിത്രയ സമേതായ മീഢുഷേഹം കൃതാത്മനെ, ആ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ശ്രീരുദ്രൻ, മീഢുഷേ എന്ന് പറഞ്ഞാൽ ശ്രീരുദ്രനായിക്കൊണ്ടും, ആകൂതിരൂപായ, ചേതാകൂതിരൂപായ എന്ന് പറഞ്ഞാൽ ജ്ഞാനക്രിയാശക്തികളുടെ സ്വരൂപം ആയിരിക്കുന്ന, ജ്ഞാനക്രിയാശക്തികളുടെ സ്വരൂപമായിരിക്കുന്നുള്ളതും, വാങ്മയമായ ആ വിഭൂതികൾക്ക് ഉറവിടം, വചോ വിഭൂതയെ, വാങ്മയമായിരിക്കുന്ന വിഭൂതികൾക്ക് ഉറവിടനുമായിരിക്കുന്ന ആ ബ്രഹ്മദേവനായിക്കൊണ്ടും ഇരിക്കുന്ന അങ്ങക്ക് നമഃ, നമസ്കാരം എന്നുള്ളതാണ് പറയുന്നത്. ശക്തിത്രയ സമേതായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്തൃശക്തി, കരണശക്തി, കർമ്മശക്തി, ഇങ്ങനെ 3 വിധം ശക്തികൾ ചേർന്ന അഹംകൃതാത്മനെ, അഹങ്കാരത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന മീഢുഷേ ശ്രീരുദ്രനായിക്കൊണ്ടും, ചേത ആകൂതിരൂപായ ജ്ഞാനക്രിയാശക്തി സ്വരൂപമായിരിക്കുന്ന, ജ്ഞാനക്രിയാശക്തി, ജ്ഞാനക്രിയ, ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്നീ ശക്തി സ്വരൂപമായിട്ടുള്ള വചോ വിഭൂതയെ, വാങ്മയമായിരിക്കുന്ന വിഭൂതികൾക്ക് ഉറവിടമായിരിക്കുന്ന ബ്രഹ്മദേവനായിക്കൊണ്ടും ഇരിക്കുന്ന അങ്ങയ്ക്ക് നമഃ, നമസ്കാരം എന്നുള്ള. ഒന്നുകൂടി പറയാത്ത പദങ്ങൾ: ശക്തിത്രയ സമേതായ, കർത്തൃത്വശക്തി, കരണശക്തി, കർമ്മശക്തി, ഇവ 3ഉം ചേർന്ന അഹങ്കൃതാത്മനെ, അഹങ്കാരത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന മീഢുഷേ ശ്രീരുദ്രനായിക്കൊണ്ടും, ചേത ആകൂതിരൂപായ ജ്ഞാന, ഇച്ഛ, ക്രിയാശക്തി, ഈ 3 ശക്തികൾക്കും സ്വരൂപമായും, വചോ വിഭൂതയെ, വാങ്മയമായിരിക്കുന്ന വിഭൂതികൾക്ക് ഉറവിടവുമായിരിക്കുന്ന ബ്രഹ്മദേവനായിക്കൊണ്ടും ഇരിക്കുന്ന അങ്ങയ്ക്ക് നമഃ, നമസ്കാരം. ഇതിലത്തെ അന്വയം വന്നിട്ട് ശക്തിത്രയ സമേതായ അഹങ്കൃതാത്മനെ മീഢുഷേ ചേത ആകൂതിരൂപായ വചോ വിഭൂതയെ നമഃ. ഒന്നുകൂടി പറയാം: ശക്തിത്രയ സമേതായ അഹങ്കൃതാത്മനെ മീഢുഷേ ചേത ആകൂതിരൂപായ വചോ വിഭൂതയേ നമഃ. ആ കർത്തൃത്വശക്തി, കർമ്മശക്തി, കരണശക്തി, ഇവ 3ഉം ചേർന്നിട്ടുള്ള അഹങ്കാരത്തിൻ്റെ ആ പ്രതീകമായിരിക്കുന്ന ആ ശ്രീരുദ്രനായിക്കൊണ്ടും, ജ്ഞാനക്രിയാശക്തി സ്വരൂപം, ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപനായും, വാങ്മയമായ വിഭൂതികൾക്ക് ഉറവിടമായിരിക്കുന്ന ബ്രഹ്മദേവനുമായിട്ട് നമസ്കാരം. കർത്തൃത്വശക്തി, കരണശക്തി, കർമ്മശക്തി എന്ന് 3 ശക്തികൾക്ക് അധീശനും അഹങ്കാരതത്വത്തിൻ്റെ അധിഷ്ഠാന ദേവതയുമായിരിക്കുന്ന രുദ്രസ്വരൂപനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ജ്ഞാനക്രിയാശക്തി സ്വരൂപനും വാങ്മയമായിരിക്കുന്ന വിഭൂതികൾക്ക് ഉറവിടമായിരിക്കുന്ന ബ്രഹ്മാവും ആയി വർത്തിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. സഹസ്രാക്ഷായ മീഢുഷേ, തൈത്തിരീയ സംഹിതയിൽ എന്ന് പറയുന്നുണ്ട്, ശ്രീരുദ്രം മീഢ്വാൻ എന്നാൽ ശിവൻ എന്നാണ് അർത്ഥം. ആകൂതി എന്നാൽ മനസ്സിൻ്റെ ജ്ഞാനം എന്നുള്ള അർത്ഥം. ആകൂതി രൂപായ എന്ന് പറയുന്നത്, ആകൂതി എന്നാൽ മനസ്സിൻ്റെ ജ്ഞാനം. വചോ വിഭൂതി എന്നാൽ വിവിധ തരങ്ങളായിരിക്കുന്ന വാക്കുകളുടെ സൃഷ്ടിക്ക് അധീശൻ, ആ ബ്രഹ്മാവ് എന്നർത്ഥം. അങ്ങനെ ഭഗവത് ഗുണങ്ങളെ വർണ്ണിച്ച് ആ ദർശനം നൽകാൻ ഇനി അടുത്ത ശ്ലോകങ്ങളുടെ വിവരിക്കുകയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വന്നിട്ട്: ശക്തിത്രയ സമേതനും അഹങ്കൃതാത്മാവും ശ്രീരുദ്രമൂർത്തിയും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ജ്ഞാനക്രിയാശക്തി സ്വരൂപനും ശാസ്ത്രയോനിയും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈകാരികം, തൈജസം, താമസം അല്ലെങ്കിൽ അസത്വം, രജസ്, തമസ് എന്നീ 3 വിധ ശക്തികളോടുകൂടിയിരിക്കുന്ന അഹങ്കാരതത്വത്തിൽ അധിവസിക്കുന്ന ആ ശ്രീ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. ജ്ഞാനരൂപേണ ചേതസ്സിലും ക്രിയാരൂപേണ ഇന്ദ്രിയങ്ങളിലും അധിവസിക്കുന്ന ഭഗവാന് നമസ്കാരം. വാഗ് ഇന്ദ്രിയത്തിൽ കൂടിയിട്ട് വിവിധ ശക്തികളോടുകൂടിയ ആ വാക്കുകളെ പുറപ്പെടുവിക്കുന്ന ആ ഭഗവാന് നമസ്കാരം. ഇതാണ് ഇതിൻ്റെ അർത്ഥം, വിസ്തരിച്ചുള്ള അർത്ഥങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം: ശക്തിത്രയ സമേതായ, ആ 3 ശക്തികളുടെയും സമേതൻ, അത് ഒന്നിച്ചു ചേർന്നിട്ടുള്ള രുദ്രായ, ആ രുദ്രന്, ജ്ഞാനക്രിയാരൂപായ, ജ്ഞാനക്രിയകളുടെ രൂപനായിരിക്കുന്ന ആ ബ്രഹ്മദേവന്, 2 പേർക്കും 2 ഒന്ന് തന്നെ. അപ്പോൾ ശക്തിത്രയ
ശക്തിത്രയ സമേതായ രുദ്രായ. ശക്തിത്രയ സമേതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ശക്തികളെയും ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന ശ്രീരുദ്രനായിട്ടും, അതുപോലെ ജ്ഞാനക്രിയാകാരക രൂപായ ജ്ഞാനക്രിയാദികളുടെ രൂപമായിരിക്കുന്ന ആ ബ്രഹ്മാവിനും, രണ്ടുപേർക്കും രണ്ടും ഒന്ന് തന്നെ. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ഇതെല്ലാം ഭഗവാനാണ്, മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന്, ബ്രഹ്മാവും ശിവനും ഒക്കെ ആയിരിക്കുന്ന മഹാവിഷ്ണുവിന് നമസ്കാരം എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ദർശനം നോ ദിദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം. ദർശനം നോ ദിദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം. അപ്പോൾ ദർശിക്കുവാൻ ഇച്ഛിക്കുന്ന ദിദൃക്ഷൂണ, ദർശിക്കുവാൻ ഇച്ഛിക്കുന്ന ആ അടിയങ്ങൾക്ക് ആ ഭാഗവതാർച്ചിതം, ഭാഗവതന്മാരാൽ ആരാധിതം ആയിരിക്കുന്ന ആ രൂപസാക്ഷാത്കാരം നൽകണമേ. ദേഹി, നമുക്ക് നൽകണം. എന്ത്? ഭാഗവതാർച്ചിതം, ഭാഗവതന്മാരാൽ അർച്ചിക്കുന്ന ആ സ്വരൂപത്തെ പ്രിയതമം, ആ പ്രിയതമമായിരിക്കുന്ന സ്വരൂപത്തെ ദേഹി എനിക്ക് നൽകണമേ. സാക്ഷാത്കാരത്തെ എനിക്ക് നൽകണം എന്നർത്ഥം. പിന്നെയോ പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം, സ്വഭക്തന്മാർക്ക് പ്രിയതമനും പ്രിയങ്കരവും എല്ലാ ഇന്ദ്രിയങ്ങളെയും രഞ്ജിപ്പിക്കുവാൻ ഉതകുന്നതുമായിരിക്കുന്ന രൂപമാണ് അദ്ദേഹത്തിൻ്റെ. ആ പ്രദർശന രൂപത്തെ കാട്ടിത്തന്നാലും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സർവേന്ദ്രിയ ഗുണാഞ്ജനം, എല്ലാ ഇന്ദ്രിയങ്ങളെയും രഞ്ജിപ്പിക്കുവാൻ ഉതകുന്നതുമായിരിക്കുന്ന രൂപം, ആ രൂപത്തെ, അതുപോലെ സ്വാനാം സ്വഭക്തന്മാർക്ക് പ്രിയതമം, സ്വന്തം ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയങ്കരവും സർവേന്ദ്രിയ ഗുണാഞ്ജനം, എല്ലാ ഇന്ദ്രിയങ്ങളെയും രഞ്ജിപ്പിക്കുവാൻ ഉതകുന്നതുമായിരിക്കുന്ന ആ സ്വരൂപത്തെ പ്രദർശയ, എനിക്ക് കാട്ടിത്തന്നാലും. പ്രദർശയ എന്ന് പറഞ്ഞാൽ എനിക്ക് കാട്ടിത്തന്നാലും എന്നാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ദിദൃക്ഷൂണാം, ദർശിക്കുവാൻ ഇച്ഛിക്കുന്ന അടിയങ്ങൾക്ക് ഭാഗവതാർച്ചിതം, ഭാഗവതന്മാരാൽ ആരാധിതം ആയിരിക്കുന്ന ദർശനം, രൂപസാക്ഷാത്കാരം ദേഹി നൽകണമേ. സ്വാനാം സ്വഭക്തന്മാർക്ക് പ്രിയതമം, ഏറ്റവും പ്രിയങ്കരവും സർവേന്ദ്രിയ ഗുണാഞ്ജനം, എല്ലാ ഇന്ദ്രിയങ്ങളെയും രഞ്ജിപ്പിക്കുവാനുതകുന്നതുമായിരിക്കുന്ന രൂപം പ്രദർശയ, രൂപത്തെ കാട്ടിത്തന്നാലും. ഒന്നും കൂടി പറയാം. ദർശിക്കുവാൻ ഇച്ഛിക്കുന്ന ദിദൃക്ഷൂണാം അടിയങ്ങൾക്ക് ഭാഗവതാർച്ചിതം, ഭാഗവതന്മാരാൽ ആരാധിതമായിരിക്കുന്ന ദർശനം, രൂപസാക്ഷാത്കാരം ദേഹി നൽകണമേ. സ്വാനാം സ്വഭക്തന്മാർക്ക് പ്രിയതമം, ഏറ്റവും പ്രിയങ്കരവും സർവേന്ദ്രിയ ഗുണാഞ്ജനം, എല്ലാ ഇന്ദ്രിയങ്ങളെയും രഞ്ജിപ്പിക്കാനുതകുന്നതുമായിരിക്കുന്ന രൂപം പ്രദർശയ, ആ രൂപത്തെ കാട്ടിത്തന്നാലും. അപ്പോൾ ദിദൃക്ഷൂണാം ഭാഗവതാർച്ചിതം ദർശനം ദേഹി സ്വാനാം പ്രിയതമം സർവേന്ദ്രിയ ഗുണാഞ്ജനം രൂപം പ്രദർശയ. എന്നുകൂടി പറയാം. ദിദൃക്ഷൂണാം ഭാഗവതാർച്ചിതം ദർശനം ദേഹി സ്വാനാം പ്രിയതമം സർവേന്ദ്രിയ ഗുണാഞ്ജനം രൂപം പ്രദർശയ. ദർശിക്കുവാൻ ഇച്ഛിക്കുന്ന അടിയങ്ങൾക്ക് ആ മഹാഭാഗവതന്മാരാൽ ആരാധിതമായിരിക്കുന്ന രൂപസാക്ഷാത്കാരം നൽകണമേ. സ്വഭക്തന്മാർക്ക് ഏറ്റവും പ്രിയങ്കരവും എല്ലാ ഇന്ദ്രിയങ്ങളെയും രഞ്ജിപ്പിക്കുവാൻ ഉതകുന്നതുമായിരിക്കുന്ന ആ രൂപത്തെ കാട്ടിത്തന്നാലും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. പരമഭാഗവതന്മാരാൽ പൂജിക്കപ്പെടുന്ന അങ്ങ് കാണുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുന്ന അടിയങ്ങൾക്ക് ദർശനം നൽകിയാലും സ്വഭക്തന്മാർക്ക് ഏറ്റവും പ്രിയങ്കരവും സർവേന്ദ്രിയങ്ങളെയും രഞ്ജിപ്പിക്കുന്നതുമായിരിക്കുന്ന അങ്ങയുടെ രൂപം പ്രദർശിപ്പിച്ചാലും. പ്രദർശയ എന്ന് പറയാം, പ്രദർശിപ്പിച്ചാലും. ദർശനം ദേഹി എന്ന് പറയാം, ദർശനം തന്നാലും. പ്രദർശയ
പ്രദർശനം തന്നാലും എന്നർത്ഥം. ഞങ്ങൾക്ക് ദർശനത്തെ നൽകിയാലും രൂപത്തെ പ്രദർശിപ്പിച്ചാലും എന്നിങ്ങനെ ഒക്കെ പ്രത്യേകം പറയാനുള്ള കാരണം ആ മഹാവിഷ്ണുവിൻ്റെ ആ ദിവ്യകോമളമായിരിക്കുന്ന ആ ഭൂഷണാസ്ത്ര സ്വരൂപത്തിൽ ദർശനം ലഭിക്കണമെന്ന അഭിലാഷം കൊണ്ടാണ്. അഞ്ജനം എന്നതിന് വ്യഞ്ജിപ്പിക്കുന്നത് എന്നർത്ഥം. രഞ്ജിപ്പിക്കുന്നത് എന്നും അർത്ഥമുണ്ട്. വ്യഞ്ജിപ്പിക്കുന്നത്, രഞ്ജിപ്പിക്കുന്നത്, ഇതിനുകൊണ്ടാണ് അഞ്ജനം പറയപ്പെടുന്നത്. അപ്പോൾ ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സർവേന്ദ്രിയ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നതുമായിരിക്കുന്ന അങ്ങയുടെ സ്വരൂപം കാണാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ആ പരമഭക്തന്മാരാൽ സൽക്കരിക്കപ്പെട്ട ദർശനം തന്ന് അനുഗ്രഹിക്കുക. അപ്പോൾ അങ്ങയുടെ ഭക്തന്മാർ ഏറ്റവും ആദരിക്കുന്ന ആ നിന്തിരുവടിയുടെ ദർശനത്തെ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ദർശനം നൽകണമേ. അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നവരുടെ പരമപ്രേമത്തിന് വിഷയമായും സകലേന്ദ്രിയങ്ങൾക്കും ഏകകാലത്തിൽ ആനന്ദത്തെ നൽകാനിരിക്കുന്നവനുമായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ ഞങ്ങൾക്ക് കാട്ടിത്തരണമേ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം വ്യാഖ്യാനത്തിൽ ഏവം നമസ്കൃത്യ ദർശനം പ്രാർത്ഥയതേ ഹേ ഈശ, ഇപ്രകാരം നമസ്കരിച്ചുകൊണ്ട് ദർശനത്തെ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ദർശനത്തെ പ്രാർത്ഥിക്കുന്നു. ഏവം നമസ്കൃത്യ ദർശനം പ്രാർത്ഥയതേ ഹേ ഈശ, ഇതിക്ഷൂണാം, ദർശിക്കാൻ ഇച്ഛിക്കുന്നവർക്ക് സ്വഭക്താനാം നസ്തവ, സ്വഭക്തന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് പ്രിയതമമായിരിക്കുന്ന രൂപം ദർശയ, പ്രിയതമമായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ കാണിച്ചു തന്നാലും. ഏവം നമസ്കൃത്യ ദർശനം പ്രാർത്ഥയതേ, ഇപ്രകാരം നമസ്കരിച്ചുകൊണ്ട് ആ ദർശനത്തെ പ്രാർത്ഥിക്കുന്നു. ഹേ ഈശാലയോ ഈശ്വര, ദിദൃക്ഷൂണാം, ദർശിക്കുവാൻ ഇച്ഛിക്കുന്നവർക്ക്, സ്വഭക്താനാം, അങ്ങയുടെ സ്വന്തം ഭക്തന്മാർക്ക്, നസ്തവ, ഞങ്ങൾക്ക്, ഇതൊക്കെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ പ്രിയതമം രൂപം ദർശയ, അങ്ങയുടെ പ്രിയപ്പെട്ട രൂപത്തെ കാണിച്ചു തന്നാലും. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ഏവം നമസ്കൃത്യ ദർശനം പ്രാർത്ഥയതേ ഹേ ഈശ, ദിദൃക്ഷൂണാം സ്വഭക്താനാം നസ്തവ പ്രിയതമം രൂപം ദർശയ. ഇനി അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഹരേ കൃഷ്ണ.